നമശിവായ. നമസ്കാരം. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായിട്ടുള്ളൊരു ദിനമാണെന്ന്. ഇന്ന് ശ്രീ മഹാഗണപതിയും സുബ്രഹ്മണ്യനും നാഗരാജാവും കുടികൊള്ളുന്ന ശ്രീകോവിലിൻ്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്തി ഇന്ന് എറണാകുളത്തപ്പന് സമർപ്പിച്ചു. ഏകദേശം ഒരു 3 വർഷക്കാലത്തോളം കുറേ ആളുകൾ, കുറേ മനസ്സുള്ള എറണാകുളത്തപ്പൻ്റെ ഭക്തരുടെ ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ചടങ്ങുകൾ. 2023 സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭം ചെറിയ തോതിലൊരു പുനരുദ്ധാരണം ഇതിൻ്റെ കുറവ് ആ ശ്രീകോവിലിൽ കണ്ട് 2017 നടന്നിട്ടുള്ള അഷ്ടമംഗല്യ പ്രശ്നചാർത്തിൽ ഗണപതി ശ്രീകോവിലിൻ്റെ വാസ്തുപരമായിട്ടുള്ള ചില അപാകതകൾ പരിഹരിക്കണം എന്നൊരു വാക്ക് അതിലെഴുതി കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ചർച്ച ആരംഭിച്ചു. അതിനുശേഷം അത് പിന്നീട് ജസ്റ്റിസ്, ഹൈക്കോടതി മുൻ ജസ്റ്റിസും അതുപോലെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ പ്രധാന അഭിഭാഷകനുമായിട്ടുള്ള ശ്രീ വി ഗിരി എന്ന ഭക്തനിലേക്ക് എത്തി. അദ്ദേഹം ഈ ശ്രീകോവിലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പുനരുദ്ധാരണം ഏറ്റെടുക്കാമെന്നും ഒപ്പം അതിനുവേണ്ട നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോക്കാളാനും ദേവസ്വത്തിന് നിർദ്ദേശം നൽകി. ബഹുമാന്യനായിട്ടുള്ള വേഴാപ്പറമ്പ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു വരുത്തി വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും കാര്യങ്ങളും കൈകാര്യം ചെയ്ത് ഭംഗിയാക്കുന്നതിനൊരു ആചാരി അനിവാര്യമാണ്. അങ്ങനെ അന്വേഷണത്തിലാണ് എൻ്റെ സമീപത്ത് നിൽക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ മനോജ് അദ്ദേഹത്തിന് എത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു. ഇന്നലെ വൈകിട്ട് ആണ് പ്രധാനമായിട്ടും താഴികക്കുടം സമർപ്പണവും ക്ഷേത്രത്തിൻ്റെ താക്കോല് കൈമാറുന്ന അധികാരികൾക്ക് കൈമാറുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നത്. അതിനുശേഷം ശീവേലിക്ക് പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അകത്ത് വിളക്കുകളെല്ലാം വെച്ച് ശ്രീകോവിൽ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞ് പോയി. അത്രയും സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞിരുന്നു. ഒരു ഉത്സവകാലം പോലെ അകത്ത് തോന്നി മനസ്സിൻ്റെ ഉള്ളിൽ. അത്രയും ഭംഗിയായിട്ട് ഗണപതി ഭഗവാൻ ഇരിക്കുന്നു. ശ്രീ സുബ്രഹ്മണ്യനും നാഗരാജാവും കുടികൊള്ളുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന 3 പ്രതിഷ്ഠകൾക്കും വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് എന്നേക്കാൾ അറിവുള്ള താന്ത്രിക ശ്രേഷ്ഠരെല്ലാവരും പറഞ്ഞത്. ഗണപതി ഭഗവാന് ക്ഷിപ്രപ്രസാദ ഗണപതി ആണ്. അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യണം, അദ്ദേഹം പരിഗണിക്കണം. ഇപ്പം നമ്മളൊന്ന് തൊഴുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാതെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു പ്രണാമം അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അപ്പോൾ നമ്മളെ എന്തായാലും എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ ഭാവത്തിലുള്ള ഗണപതിയാണെന്ന് അദ്ദേഹമൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ സുബ്രഹ്മണ്യനും. ദ്രംഷ്ട്ര ഉള്ള സുബ്രഹ്മണ്യനാണ് അകത്തിരിക്കുന്നതെന്നാണ് തന്ത്രികളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കാണിച്ചു തന്നിട്ടുമുണ്ട് ആ രൂപത്തിന്. അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള സുബ്രഹ്മണ്യൻ കേരളത്തിൽ തന്നെ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് തന്ത്രിമാരെല്ലാവരും ഒരിക്കൽ പറഞ്ഞത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നാഗരാജാവ് കുടികൊള്ളുന്ന കേരളത്തിലെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലൊന്നായിരിക്കാം ഈ ശ്രീ മഹാഗണപതി കുടികൊള്ളുന്ന ഈ ശ്രീകോവിലിലെ കാര്യങ്ങൾ. അത്രയും പ്രാധാന്യമുണ്ട് 3 പ്രതിഷ്ഠകൾക്കും. 1900-കളിലോ മറ്റോ അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പോ ആയിരിക്കാം ഇതിനു മുമ്പ് ഒരു ശ്രീകോവിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ പണിതിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒരു ശ്രീകോവിൽ, വലിയൊരു ശ്രീകോവിലിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും ഭക്തജനങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതിന് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്കതിൻ്റെ ഒപ്പം ചേരാൻ കഴിഞ്ഞത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. എല്ലാവരും എറണാകുളത്തപ്പൻ്റെ ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് നന്നായി തൊഴുത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇനിയും ഏറ്റുവാങ്ങുക. ഇദ്ദേഹമാണ് ഈ ശ്രീകോവിലിൻ്റെ പണികളെല്ലാം കഴിച്ച് ഭംഗിയാക്കി തന്ന ശ്രീ മനോജ്. നമസ്കാരം. നമസ്കാരം. ഓം നമശിവായ. എൻ്റെ പേര് മനോജ് പി തങ്കപ്പൻ ആചാരി. സ്വദേശം പോഞ്ഞാശ്ശേരി നായരുപീടികയിലാണ്. പാരമ്പര്യമായിട്ട് ക്ഷേത്ര നിർമ്മാണം
ചെയ്തു വരുന്ന തൊഴിലാണ്. എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിലെ ഗണപതി ശ്രീകോവിൽ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെയധികം മനസ്സിന് സന്തോഷം പകരുന്ന ഈ ഒരു നിമിഷത്തിലാണ്. ഏകദേശം ധാരാളം ക്ഷേത്രങ്ങൾ ഈ കേരളത്തിന് പുറത്തും കേരളത്തിലായിട്ട് 400ഓളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠകൾ കഴിഞ്ഞിട്ടുള്ളൊരു കുടുംബത്തിലൊരംഗമാണ്. ഞങ്ങൾ ഫാമിലി മുഴുവനും, എൻ്റെ ഫാമിലി സഹോദരങ്ങളെല്ലാവരും ഈ തൊഴിലായിട്ട് കൂടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് നിന്ന് ഇവിടെ സംസാരിക്കുന്നത് തന്നെ. ഇവിടുത്തെ ഗണപതി ശ്രീകോവിൽ ആരംഭിക്കുന്ന ആ സമയം മുതലേ വളരെയധികം മനസ്സിന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു എല്ലാ കാര്യത്തിനും വളരെ ഉന്മേഷപരമായിട്ട് എനിക്ക് ഈ കാര്യങ്ങൾക്ക് പോകുവാനും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ ശിലയുടെ നിർമ്മാണമാണെങ്കിലും അതുപോലെ തേക്ക് തടി കൊണ്ടാണ് നമ്മൾ മേൽക്കൂര ചെയ്ത് ആദ്യം മുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ആധാരശില കഴിഞ്ഞു. അതിനുശേഷം പാതകം മുതൽ നമ്മുടെ ഭിത്തി ഉയരം വരെ നമ്മൾ കൃഷ്ണശിലയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അതിൻ്റെ മേൽക്കൂരയ്ക്ക് തേക്ക് തടി കൊണ്ടാണ് അതിൻ്റെ മേൽക്കൂര ചെയ്തിട്ടുള്ളത്. പലക അടിച്ച് ചെമ്പോലയാണ് പൊതിഞ്ഞിട്ടുള്ളത്. ഈ ഇത്രയും കാര്യങ്ങൾ നിർമ്മിക്കുവാൻ എനിക്ക് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ് നിലവിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എറണാകുളത്തപ്പൻ്റെ ഈ ഗണപതി ശ്രീകോവിൽ ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എത്തിച്ചേരുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വളരെ വലിയൊരിത്. ഒരുപാട് എനിക്ക് തടിയാണെങ്കിലും നോക്കാനൊന്നും കൂടുതൽ പോകേണ്ടി വന്നില്ല. നമ്മുടെ ഇവിടെ എറണാകുളം ശിവക്ഷേത്രത്തിലുള്ള ഗണപതി അമ്പലം അല്ലാണ്ട് നിങ്ങൾ വേറെ ഏതൊക്കെ ചോറ്റാനിക്കര കിഴക്കാവിലേക്ക് ഇറങ്ങുമ്പോഴുള്ള അയ്യപ്പ ക്ഷേത്രത്തിന്റെ എല്ലാ ജോലി നിർമ്മാണങ്ങളും അച്ഛനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ശ്രീശക്തി പേപ്പർ മിൽസാണ് ഡൊണേഷൻ, ഞങ്ങളാണ് അതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ നമ്മുടെ പരമേശ്വരൻ തിരുമേനിയുടെ ഉണ്ണി തിരുമേനിയുടെ അച്ഛനായിട്ടുള്ള പരമേശ്വരൻ തിരുമേനി ഉള്ള സമയത്താണ് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് ബോംബെ അന്തേരി, അവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു അമ്പലമാണ് ചെയ്തിട്ടുണ്ട്. കൂടാതെ രാജസ്ഥാൻ ജയ്പൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രം, അതുകൂടാതെ ഭിലായ് ഛത്തീസ്ഗഡ്, ചെന്നൈ വേളാച്ചേരി അയ്യപ്പ ശ്രീകോവിൽ, ബാംഗ്ലൂർ ബൊമ്മസാന്ദ്ര, കൂർഗിൽ അയ്യപ്പ ക്ഷേത്രം, പിന്നെ അങ്ങനെ ധാരാളം ഓർമ്മയിൽ കിട്ടുന്നതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതല്ലാതെയും പുറമെ ഒരു 20-22ഓളം ക്ഷേത്രങ്ങൾ നിലവിൽ കേരളത്തിന് പുറത്തും കേരളത്തിനകത്ത് പറയുകയാണെങ്കിൽ ധാരാളം പേരുകളുണ്ട്. ഇപ്പോൾ നിലവിൽ കൂട്ടുമടം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മൂവാറ്റുപുഴ, അനിക്കാട് തിരുവമ്പ്ലാവ് മഹാദേവ ക്ഷേത്രം, മാറാടിക്കാവ്, അങ്ങനെ ഒരു 400-ൽ പരം ക്ഷേത്രങ്ങൾ നിലവിൽ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നൊരു ദിവസം അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു അമ്പലത്തിലാണ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അടുത്ത ദിവസം പുതിയതായിട്ട് ഏതൊരു ക്ഷേത്ര നിർമ്മാണത്തിന് പോകുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ? ഓ ഉണ്ട്. അത് നിലവില് ഔട്ട് സൈഡിലുണ്ട് നിലവില്. അതുകൂടാതെ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്രമായിട്ടുള്ള കൊല്ലം, അവിടെ ഒരു വൃത്തശ്രീകോവിലിൻ്റെ ഒരു പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ പോകാനുള്ളത്. ഇപ്പോൾ ഒരു ക്ഷേത്രം നിർമ്മാണം ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് അളവ് പോലൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അത് എല്ലാം കോൽക്കണക്കിലാണ് അതിൻ്റെ കണക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൽക്കണക്കിൽ തരുന്ന സമയത്ത് നമ്മളത് സെൻറ്റിമീറ്റർ ആക്കിക്കൊണ്ട് അതിൻ്റെ ഓരോ കണക്കുകളും, ഇപ്പോൾ തറയുടെ ആണെങ്കിലും ഒരളവ് തരും, അതിനെ അംശയിച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളും എടുക്കുന്നത്. ക്ഷേത്രം എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ദേവൻ്റെ ശരീരമാണ്. ആ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിലും സൂക്ഷ്മമായിട്ടുള്ള കണക്കുകൾ ആദ്യം മുതൽ അവസാനം വരെ സ്തൂപികാന്ത ഉയരം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവും. അതിൻ്റെ എല്ലാ രീതിയിലും കണക്ക് പ്രകാരം തന്നതനുസരിച്ചാണ് നമ്മൾ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഓരോ ശ്രീകോവിലിനും വേറെ വേറെ മെഷർമെന്റ്സ് ആണെന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഓരോ പ്രതിഷ്ഠയ്ക്കും വെവ്വേറെ മെഷർമെന്റ്സ് ആണോ? അങ്ങനെയാണ്. അതായത് പ്രതിഷ്ഠയുടെ ആ പാദമാനം മുതൽ ശിരസ് വരെയുള്ള കണക്കെടുത്തുകൊണ്ടാണ് നിലവിൽ ആ ദേവന്റെ ശ്രീകോവിലിന് ആദ്യമായിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ കണക്കിൽ കൊണ്ടാണ് പെരുക്കിക്കൊണ്ടാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉത്തരദണ്ഡ് നിലവിൽ നിശ്ചയിക്കുന്നത്. ആ ഉത്തരദണ്ഡിനെ കണക്കാക്കിയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് അതിൻ്റെ കണക്കെടുക്കുന്നത്. അതുപോലെ ഓരോ ദേവൻ്റെയും ഇത് കണക്കാക്കിയിട്ടാണ് ശ്രീകോവിലുകൾ നിർമ്മിക്കുക. അതല്ലെങ്കിൽ ശ്രീകോവിൽ ആദ്യമേ നിർമ്മിച്ചു കഴിഞ്ഞാൽ ശ്രീകോവിലിന് കണക്കായിക്കൊണ്ട് ബിംബം അതിനനുസരിച്ച് പണിയും.
ഇപ്പോൾ അങ്ങ് വന്നിട്ട് കുടുംബപരമായിട്ട് ഇത് പഠിച്ചു വന്നിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഒരാൾക്ക് ഈ ക്ഷേത്രകല പഠിക്കണമെങ്കിൽ അതിന് വല്ല കോളേജ് ഉണ്ടോ, അല്ല അങ്ങയുടെ അടുത്ത് വന്ന് പഠിച്ചാൽ മതിയോ, എങ്ങനെയാ ഇതിന്റെ? അല്ല, ഞാനൊക്കെ ഒരു എളിയവനാണ് ഇതിൽ. ഞാനൊന്നും വലിയതല്ല, ഇതൊരു വലിയ കടലാണ്. നമുക്കതിൻ്റെ ഒരു ചെറിയ തിരമാലയാവാനേ നമുക്ക് സാധിക്കുള്ളൂ. അത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള കാര്യമാണ്. എന്നേക്കാൾ കൂടുതൽ പണ്ഡിതരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് നിലവിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വരണ തലമുറയ്ക്ക് ഇത് ഇനി ഫ്യൂച്ചറിലും ഇങ്ങനെ പണിയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായാൽ അവർ എങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന്? ഒന്ന്, ഇതിനോട് ഏറ്റവും വലുത് വേണ്ടത്, ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനോടൊരു രുചി വേണം. ഇത് ക്ഷമ എന്നുള്ളത് വലിയൊരു ഇതാണ്. ഇതിൻ്റെ ഓരോ കണക്കുകളും വളരെ മിനൂട്ടായിട്ടാണ്. ഒരു മുടിനാര വരെ അതിൽ കണക്കുകളാണ്. ആ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ഒരാൾ അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനും, പിന്നെ അതുകൂടാതെ വാസ്തു, നിലവിൽ ഡിപ്ലോമ ഏതെങ്കിലും കോഴ്സ് കൈകാര്യം ചെയ്യുക. അതിനുശേഷം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അറിയാനും ഇത് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ, അങ്ങ് ഇതിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ ചെറിയ കുട്ടിയാണെന്നൊക്കെ. പക്ഷേ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇവിടെ 2 പേര് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അതുമാതിരി നിങ്ങൾ കുറേ പേരെ പഠിപ്പിക്കുന്നുണ്ടാവും. എനിക്ക് മൊത്തത്തിൽ ഞാൻ ഒരു 10-45ഓളം പേരുണ്ട് എൻ്റെ ടീം. അത് 45ഓളം പേരുണ്ട്. എൻ്റെ അച്ഛനായിട്ട് ഈ ഒരു നിർമ്മാണ മേഖലയിൽ വന്ന സമയത്ത് മുതലുള്ള ആളുകളുണ്ട്, ശില്പിമാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഇത് ചെയ്യാൻ സാധിച്ചു. വി ഗിരി സാറ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് അദ്ദേഹം ക്ഷേത്രം ഇതാക്കിയത്. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞത്, മനോജ്, ഇതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഫസ്റ്റ് നമ്പർ 1 ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ തന്ത്രി ഗിരീശൻ തിരുമേനി, അതുപോലെ നാരായണ തിരുമേനി, അവരുടെയൊക്കെ വലിയൊരു പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള വേഴാപ്പറമ്പ് ഉണ്ണി തിരുമേനി, ഉണ്ണി നമ്പൂരി, അദ്ദേഹം എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവിടുത്തെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് എറണാകുളത്തപ്പൻ്റെ ജീവനക്കാരും മുഴുവനും എൻ്റെ ഒരു സഹോദരങ്ങളെ പോലെ നിന്ന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ക്ഷേത്രം നിർമ്മിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് തരികയും, അതുപോലെ എടുത്തു പറയാതിരിക്കുമില്ല, എൻ്റെ അഖിൽ സാറ്, മാനേജറായിട്ടുള്ള അഖിൽ സാറ്, അഖിൽ ദാമോദരൻ, അദ്ദേഹത്തിൻ്റെ വലിയൊരു കാര്യങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് എനിക്കിത് ചെയ്യുവാനും, ആ സമയം തന്ത്രി നിശ്ചയിച്ച ആ പ്രതിഷ്ഠാ ദിനം, ആ തന്ത്രി നിശ്ചയിച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പണികൾ തീർക്കുവാനും സാധിച്ചു. ഇത് എല്ലാം കൂടാതെ ഇതിൻ്റെ ഈ ഒരു ക്ഷേത്രം ചെയ്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി ഭാഗ്യം സിദ്ധിച്ച നമ്മുടെ വി ഗിരി സാറ്, അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ ഒരു ക്ഷേത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് ക്ഷേത്രശില്പി എന്നുള്ള നിലയ്ക്ക് ഈ ക്ഷേത്രം ചെയ്ത് തീർത്ത് പ്രതിഷ്ഠ കാണുവാനുള്ള ഒരു ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ജീവനക്കാരും, എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാ ജീവനക്കാരും പ്രത്യേകം അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു, ഇത്രയും നല്ലൊരു ക്ഷേത്രം ഞങ്ങൾക്ക് പണിഞ്ഞു തന്നതിന്. ഓക്കെ.